നമസ്കാരം. കേച്ച് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ. നിലമേലിന് സമീപം വട്ടപ്പാറ വേക്കൽ റോഡിൽ സ്കൂൾ ബസ് മറിഞ്ഞ് അപകടം. നിരവധി കുട്ടികൾക്ക് പരിക്കേറ്റു. കിളിമാനൂർ പപ്പാല വിദ്യാജ്യോതി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. എതിർദിശയിൽ വന്ന വാഹനത്തിന് സൈഡ് കൊടുക്കാൻ നിർത്തിയ ബസ് പുറകോട്ട് നീങ്ങി മാറുകയായിരുന്നു. 20-ലധികം കുട്ടികൾക്ക് പരിക്കുണ്ടെന്നാണ് വിവരം. കുട്ടികളെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരുവനന്തപുരത്ത് കാർ മരത്തിലിടിച്ച് 5 പേർക്ക് പരിക്ക്. തിരുവനന്തപുരത്ത് വെമ്പായം കൊപ്പത്ത് ഇന്ന് രാവിലെയാണ് അപകടം ഉണ്ടായത്. വെഞ്ഞാറമൂട് ഭാഗത്തു നിന്നും ആര്യനാട് കൊട്ടൂർ ഭാഗത്തേക്ക് പോയ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. വാഹനത്തിൽ ഒരു കുട്ടി ഉൾപ്പെടെ 5 പേരാണ് ഉണ്ടായിരുന്നത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാവാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ലൈറ്റ് ഹൗസിന് മുകളിൽ കയറി ഗുണ്ട് പൊട്ടിച്ച് യുവാവ്. അതിസുരക്ഷാ മേഖലയായ കടപ്പുറം തൊട്ടാപ്പ് ലൈറ്റ് ഹൗസിന് മുകളിലാണ് സംഭവം. ചാവക്കാട് മടപ്പേൽ സൽമാൻ ഫാരിസ് ആണ് ഗുണ്ട് പൊട്ടിച്ച് പരിഭ്രാന്തി പടർത്തിയത്. സംഭവത്തിൽ യുവാവിന്റെ വലത് കൈപ്പത്തി തകർന്നു. പരിക്കേറ്റ ഫാരിസിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഞായറാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. ബാങ്കിൽ നിന്നും വെറും 30 സെക്കൻഡിൽ പണം അടങ്ങി ബാഗ് മോഷ്ടിച്ച് കടക്കുന്ന ഒരു യുവാവിന്റെ CCTV ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി. മധ്യപ്രദേശിലെ ബദുൽ ജില്ലയിലെ ഒരു ബാങ്കിലാണ് വൻ മോഷണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ബാങ്കിലെത്തിയ ഒരു ഉപഭോക്താവിന്റെ ബാഗ് മോഷണം പോയെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. മധ്യപ്രദേശിലെ ബൈത്തൂൽ ജില്ലയിലെ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ശാഖയിലാണ് മോഷണം നടന്നത്. പുല്ലാട് യുവാക്കളെ ഹണി ട്രാപ്പിൽപ്പെടുത്തി ക്രൂരമായി മർദ്ദിച്ച കേസിൽ ദൃശ്യങ്ങൾ പോലീസ് കണ്ടെടുത്ത് പ്രതി രശ്മിയുടെ ഫോണിൽ നിന്ന്. ഡംബൽ ഉപയോഗിച്ച് ശരീരത്തിൽ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഭർത്താവ് ജയേഷ് ചിത്രീകരിച്ചു. ശരീരത്തിൽ സ്റ്റേപ്ലർ പിൻ അടിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ ജയേഷിന്റെ ഫോണിലുണ്ടെന്ന് പോലീസ്. ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. ജയേഷിന്റെ ഫോൺ പരിശോധിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകൂ എന്നാണ് പോലീസ് നിഗമനം. അയൽക്കാരന്റെ പേര് നായക്കിട്ടതിനെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ പോലീസ് കേസെടുത്തു. മധ്യപ്രദേശിലെ ഇൻഡോറിലാണ് സംഭവം. അയൽക്കാരനെ പരിഹസിക്കുന്നതിന് പട്ടിക്ക് ശർമ്മ എന്ന പേരിട്ടുവെന്നാണ് ആരോപണം. തുടർന്ന് വ്യാഴാഴ്ച രാത്രി തർക്കമുണ്ടാവുകയും അത് അക്രമാസക്തമാവുകയും ചെയ്തു. വിഷയം സംഘർഷത്തിലെത്തിയതോടെ പോലീസ് കേസെടുത്തു. ഹൊസ്കാട്ടയിൽ അച്ഛനെയും 2 മക്കളെയും മരിച്ച നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് വീട്ടമ്മയെ കൊലപാതകത്തിന് കേസെടുത്ത് അറസ്റ്റ് ചെയ്തു. ജീവനൊടുക്കാൻ ശ്രമിച്ച് രക്ഷപ്പെട്ട ഭാര്യ മഞ്ജുളയെ പോലീസ് ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് ചെയ്യുകയായിരുന്നു. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണ് കുടുംബം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചത്. വഖഫ് ഭേദഗതി നിയമത്തിലെ ചില വകുപ്പുകൾ സ്റ്റേ ചെയ്ത് സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ്. 5 വർഷമെങ്കിലും ഇസ്ലാം പിന്തുടരുന്ന വിശ്വാസിയായിരിക്കണം വഖഫ് അനുഷ്ഠിക്കാൻ എന്നതിനാണ് സ്റ്റേ. മെയ് മാസത്തിൽ വാദം പൂർത്തിയാക്കി വിധി പറയാൻ മാറ്റിവെച്ചിരിക്കുന്ന ഹർജികളിലാണ് തീരുമാനം. ചീഫ് ജസ്റ്റിസ് BR ഗവായ്, ജസ്റ്റിസുമാരായ വിനോദ് ചന്ദ്രൻ, അതുൽ S ചന്ദുർക്കർ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് വിധി പറഞ്ഞത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.